ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഐഷാസ് കിച്ചണിലെ മട്ടൺ മന്തി ഒന്ന് റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ അതേ രീതിയിലാണ് നമ്മുടെ മട്ടൺ മന്തി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്, റൈസ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്കൊരു നാരങ്ങ പിഴിയുന്നുണ്ട്. നമ്മുടെ അരി നല്ല വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാരങ്ങ പിഴിയുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ടത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി എടുക്കുമ്പോൾ നമ്മൾ സെല്ല റൈസ് തന്നെ എടുക്കണം. മന്തി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല അരി സെല്ല റൈസാണ്. അപ്പോൾ സെല്ല റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളത് കുറച്ച് നേരം കുതിർത്താൻ വെക്കണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഊറ്റാനായിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചാൽ നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് 2 സവാള കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക. സവാള നല്ല വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി, 2 വലിയ പീസ് ഇഞ്ചി, കുരുമുളക്, ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുക. ഇതിലാണ് നമ്മൾ മട്ടൺ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ മട്ടൺ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സുറുക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടൺ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് അധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്റ്റോക്ക് കിട്ടും, മട്ടൻ്റെ സ്റ്റോക്ക് കിട്ടും. നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ ഇത് ഉണ്ടാക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഒരു ജാറിലേക്ക് 1 ടീസ്പൂണോളം പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മസാലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കണം, പൊടിയായിട്ടല്ല കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂണോളം ജീരകമാണ്, ചെറിയ ജീരകമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടി നന്നായിട്ട് പൗഡർ ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ ചോറ് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ചോറ് ഒരു 90% ചോറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ദം ചെയ്യുകയും ചെയ്യുമല്ലോ, അപ്പോൾ ചോറ് പെർഫെക്റ്റ് ആയിട്ട് ആയിക്കോളും. അപ്പോൾ നമുക്കിതിങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നാരങ്ങ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നമ്മുടെ മട്ടൺ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി അതൊന്ന് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മട്ടൺ നമ്മൾ കുക്കാക്കുമ്പോൾ ഒരു 90% കുക്കായാൽ മതി. കാരണം ഓവർ കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിലിടുമ്പോൾ അതങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു 90% മട്ടണും കുക്കാക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ, 1/4 കപ്പ് ഓയിലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പിലേക്കും കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് സവാള ആഡ് ചെയ്യണം. സവാള നന്നായിട്ട് കുഞ്ഞുകുഞ്ഞനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. വലിയ സ്ലൈസ് ചെയ്തിട്ടും ചോപ്പ് ചെയ്തിട്ടൊന്നും ഇടരുത്. നന്നായിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് തന്നെ നമ്മൾ സവാള ഇടണം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്കായും പട്ടയും ഗ്രാമ്പും പിന്നെ കുരുമുളകും പിന്നെ ഡ്രൈ ലെമണൊക്കെയാണ്. നമ്മുടെ സ്പൈസസ് ആണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. സ്പൈസസ് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ സവാള ഒന്നും ഇതിലിട്ട് തന്നെ അറിയാൻ പാടില്ല, ആ രീതിയിൽ വേണം നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ തക്കാളിയും അതേപോലെ തന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ലാംബ് സ്റ്റോക്കാണ്. ലാംബ് സ്റ്റോക്ക് നമ്മുടെ കടയിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് വാങ്ങുന്ന പോലെ തന്നെ ലാംബ് സ്റ്റോക്കും കിട്ടുന്നുണ്ട്. ലാംബ് സ്റ്റോക്കും ബീഫ് സ്റ്റോക്കും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡറാണ്. ഇതിലേക്ക് നമ്മൾ വേറെ മന്തി മസാല ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മസാല പൗഡേഴ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ മല്ലിയും കുരുമുളകും ചെറിയ ജീരകം കൂടി പൊടിച്ച ഒരു മസാലയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണോളം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് നമ്മുടെ ഈ ഒരു മന്തിയിലുള്ളത്. ഇനി ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. എല്ലാത്തിനും പച്ചമണം മാറണ വരെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ലാംബ് സ്റ്റോക്കിൽ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലാംബ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ
ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചിക്കൻ സ്റ്റോക്കൊന്നും ആഡ് ചെയ്യരുത്. ലാം സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ്റെ പീസസ് ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്ന് കുറച്ച് ഓയിൽ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്, മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു 3-4 പച്ചമുളക് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതും കൂടി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ചോറ് നല്ല പരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളായിരുന്ന ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ 1/4 കപ്പിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഓയിൽ എടുക്കണം. നമ്മൾ മന്തികൾക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്മോക്ക് ചെയ്യാനും വെക്കണം. അത് നമ്മളൊരു സോസർ വെച്ചിട്ട് അതിലേക്ക് ചാർക്കോൾ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ നമ്മളതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ചോറും മട്ടനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മന്തിയുടെ അതേ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റും അതേപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മന്തി വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഐഷാസ് കിച്ചൻ്റെ മട്ടൻ മന്തി എന്താണെങ്കിലും അടിപൊളി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന മന്തിനേക്കാളും എന്തുകൊണ്ടും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു മട്ടൻ മന്തി. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.